ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് പ്രകാരം ആയിരക്കണക്കിന് ആണവ സെൻട്രിഫ്യൂജുകൾ ഇറാൻ പിക്സാക്സ് മൗണ്ടൻ നിലവറകളിലേക്ക് മാറ്റിസ്ഥാപിച്ചതായി സൂചന. ഭൂമിക്കടിയിൽ വളരെ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സങ്കേതങ്ങളിലേക്ക് ഉപകരണങ്ങൾ മാറ്റിയതോടെ വ്യോമാക്രമണങ്ങളിലൂടെ ഇവ തകർക്കുന്നത് കൂടുതൽ ദുഷ്കരമായി മാറിയിരിക്കുകയാണ്. ദി ടൈംസ് ഓഫ് ഇസ്രായേൽ ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. 2025 ജൂണിൽ നടന്ന 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനു ശേഷം കഴിഞ്ഞ ശരത്കാലത്താണ് ഇറാൻ ഈ നീക്കം നടത്തിയതെന്ന് US ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദി വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ സംഘർഷത്തിനിടയിൽ ഇറാന്റെ ഭൂഗർഭ ആണവ നിലയങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക ഞങ്ങളുടെ B-52 ബോംബറുകൾ വിന്യസിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ആണവ സാങ്കേതിക വിദ്യ സംരക്ഷിക്കാൻ ഇറാൻ പുതിയ ഭൂഗർഭ താവളത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. എന്നാൽ ഈ നീക്കങ്ങളെ നിസ്സാരവൽക്കരിക്കുന്ന നിലപാടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചത്. പിക്സാക്സ് മൗണ്ടന്റെ പ്രധാന കവാടത്തിന് തൊട്ടടുത്തു തന്നെ വലിയൊരു പ്രഹരം ഏൽപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് ട്രംപ് കഴിഞ്ഞ ആഴ്ച വ്യക്തമാക്കിയിരുന്നു. ഇറാന്റെ ആണവ മുന്നേറ്റങ്ങൾ പ്രതീക്ഷിച്ച അത്ര വിജയകരമല്ലെന്നാണ് അമേരിക്ക വിലയിരുത്തുന്നത്. അവിടെ നിലവിൽ മറ്റ് പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അവരുടെ ആണവ പദ്ധതികളുടെ നിലവിലെ അവസ്ഥ അത്ര മെച്ചമല്ല. അധികം വൈകാതെ തന്നെ പിക്സാക്സ് ലക്ഷ്യമാക്കി ഞങ്ങൾ ശക്തമായ തിരിച്ചടി നൽകിയേക്കാം എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാന് മേൽ വീണ്ടും സൈനിക സമ്മർദ്ദം ശക്തമാക്കുമെന്ന് വ്യക്തമായ സൂചനകളാണ് ട്രംപിന്റെ വാക്കുകൾ നൽകുന്നത്. അതേസമയം ഉപഗ്രഹ ചിത്രങ്ങൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഈ മേഖലയിൽ വലിയ തോതിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന് CNN ഈ മാസം ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. പിക്സാക്സ് മൗണ്ടനിലെ സങ്കേതത്തിലേക്ക് വാഹനങ്ങളും ട്രക്കുകളും നിരന്തരമായി വന്നു പോകുന്നതിന്റെ ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. തങ്ങളുടെ ആണവ നിലയങ്ങൾ പുനർനിർമ്മിക്കാനും ശേഷി വർദ്ധിപ്പിക്കാനുമുള്ള തീവ്ര ശ്രമത്തിലാണ് ഇറാനെന്നാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുന്നു. തുടർച്ചയായ 9ാം ദിവസവും ഇറാനിൽ ആക്രമണം നടത്തിയെന്ന് US സൈന്യം അറിയിച്ചു. വ്യോമ പ്രതിരോധ മേഖലകൾ, മിസൈൽ സംവിധാനങ്ങൾ, ആശയവിനിമയ ശൃംഖലകൾ, കമാൻഡ് സെന്ററുകൾ എന്നിവയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നതെന്ന് സൈന്യത്തെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. US-നെതിരെ ഇറാനും ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. വടക്കൻ ഇറാഖിൽ US സൈന്യത്തിനു നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. മറ്റൊരു US സൈനികന് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. ഇതോടെ ഫെബ്രുവരി 28-ന് ആരംഭിച്ച യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന US സൈനികരുടെ എണ്ണം 17 ആയിട്ടുണ്ട്. വെള്ളിയാഴ്ചയാണ് ജോർദാനിലെ സേനാ താവളം ആക്രമിക്കപ്പെട്ടതെന്ന് US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. 2 US സൈനികർ ഇറാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് വിവരം.